സ്വർണ്ണാഭരണ നിർമ്മാണശാലയിലെ ആസിഡ് മാലിന്യങ്ങൾ മൂലം ദുരിതമനുഭവിക്കുകയാണ് തൃശൂർ മരിയാപുരം നിവാസികൾ. പ്രദേശത്ത് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നതിന് കാരണം ജലസ്രോതസ്സിലെ മാലിന്യമാണെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. കിണറുകൾ ഉപയോഗശൂന്യമായതോടെ ആഭരണ നിർമ്മാണശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനിച്ചു വീണ മണ്ണിൽ ആരോഗ്യപൂർണമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരാണ് തൃശൂർ നഗരത്തിലെ മരിയാപുരം നിവാസികൾ. വേനൽക്കാലത്തും ജലക്ഷാമം അനുഭവപ്പെടാത്ത ഇവിടെ നിറഞ്ഞുകിടക്കുന്ന കിണറുകളിലത്രയും വിഷജലമാണ്. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ pH മൂല്യം 5-ൽ താഴെയാണ്. 6.5 മുതൽ 8.5% വരെ pH മൂല്യമുള്ള വെള്ളമാണ് കുടിക്കാൻ ഉപയോഗയോഗ്യം. ആഭരണ കമ്പനിയിൽ നിന്ന് എത്തുന്ന ആസിഡ് മാലിന്യമാണ് ഭീഷണിയാവുന്നത്. കിണർ വെള്ളത്തിന്റെ ഉപയോഗം സമീപവാസികൾക്ക് മാറാരോഗങ്ങളാണ് സമ്മാനിച്ചത്. പ്രദേശത്ത് ക്യാൻസർ രോഗബാധിതരും വർദ്ധിച്ചു വരികയാണ്. വെള്ളം ഇറക്കാനേ പറ്റില്ല. പോണ വഴിക്കൊക്കെ നീറ്റാണ്. മെയിനായിട്ട് തല മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. പുളിച്ചിട്ട് മായയിൽ വയ്ക്കാൻ പറ്റില്ല. ഗുളിക കഴിക്കാൻ പോലും പറ്റണില്ല. പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങുന്ന വെള്ളമാണ് 1 കിലോമീറ്റർ പരിസരത്തെ ജനങ്ങൾക്ക് ഏക ആശ്രയം. സമ്മതപത്രം വാങ്ങാതെ ആരംഭിച്ച കമ്പനിക്കെതിരെ പരാതികൾ നൽകിയിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ആരോപണം. പ്രതിഷേധമുയർന്നിട്ടും നിർബാധം മാലിന്യമൊഴുക്കൽ തുടരുന്ന കമ്പനി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് ഉണക്കമീൻ ഇനി ഓൺലൈൻ വഴി ലഭ്യമാകും. ഡിഷ് കേരള എന്ന ബ്രാൻഡിലാണ് ഇവ വിപണിയിലെത്തുന്നത്. ഉണക്കമീനിന്റെ ഗുണമേന്മ ഉറപ്പ് വരുത്തുന്നതിനാണ് ഫിഷറീസ് വകുപ്പിന്റെ പുതിയ സംരംഭം. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സംസ്കരിച്ച ഉണക്കമത്സ്യം കേരള വിപണിയിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഫിഷറീസ് വകുപ്പ് പുതിയ സംരംഭം ആരംഭിച്ചത്. ഡിഷ് കേരള എന്ന പുത്തൻ ബ്രാൻഡിലാണ് ഉണക്കമീനുകൾ ഓൺലൈൻ വഴി വിപണിയിലെത്തുന്നത്. ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയാണ് പുതിയ ഉൽപാദനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് മാർക്കറ്റിലേക്ക് ഇടപെടാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നടഭാഗം യൂണിറ്റ് വഴി നേരിട്ട് തീരദേശ വികസന കോർപ്പറേഷൻ വഴി ഓൺലൈൻ ഡ്രൈ ഫിഷ് മാർക്കറ്റിംഗ്, ഓൺലൈൻ റെഡി ടു കുക്ക്, ഇത് രണ്ടും നമ്മൾ ഇന്ന് തൊട്ട് ലോഞ്ച് ചെയ്യുകയാണ്. തീരദേശ വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ കൊല്ലം ശക്തികുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ആധുനിക മത്സ്യസംസ്കരണ പ്ലാന്റിൽ നിന്നുമാണ് ഉണക്ക മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നിർദ്ദിഷ്ട അളവിലുള്ള ഉപ്പും ഏറ്റവും കുറഞ്ഞ ജലാംശവും നിലനിർത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തി സോളാർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയെടുക്കുന്ന മത്സ്യം നിറവും ഗുണവും നഷ്ടപ്പെടാതെ ആധുനിക രീതിയിൽ നൈട്രജൻ പാക്ക് ചെയ്താണ് വിപണിയിലെത്തുന്നത്. വിപണി പിടിക്കുവാൻ വേണ്ടി പുത്തൻ ബ്രാൻഡിലുമാണ് ഉണക്കമീനുകൾ എത്തുന്നത്. ഡിഷ് കേരള എന്ന ബ്രാൻഡിൽ 3 ഇനം ഉണക്കമീനുകൾ. നീണ്ടകര കരിക്കാടി, അഷ്ടമുടി തെള്ളി, മലബാർ നെത്തോലി എന്നിങ്ങനെയാണ് അവ. മീൻ വാങ്ങാൻ പുറത്തെങ്ങും പോകേണ്ട, ഒരൊറ്റ ക്ലിക്ക് മതി. www.dishkerala.com. ഒപ്പം ഓൺലൈൻ ഉപഭോക്താക്കൾക്ക് സർക്കാർ വക 20% ഇളവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംസ്ഥാനത്ത് നവംബർ 1 മുതൽ നടപ്പിലാക്കും. നിയമം നടപ്പിലാക്കാത്തത് മൂലം കേന്ദ്ര ഭക്ഷ്യവിഹിതം വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. പുതിയ റേഷൻ കാർഡുകളുടെ വിതരണം അടുത്ത വർഷം മാർച്ചോടെ പൂർത്തിയാക്കാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനത്തിനുള്ള ഭക്ഷ്യവിഹിതം ഗണ്യമായി വെട്ടിച്ചുരുക്കിയ പശ്ചാത്തലത്തിലാണ് നവംബർ 1 മുതൽ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാനം തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി മുൻഗണനാ പട്ടിക തയ്യാറാക്കൽ, കമ്പ്യൂട്ടർവൽക്കരണം, പരാതി പരിഹാര സംവിധാനങ്ങൾ, ആധാർ സീഡിംഗ്, കമ്പ്യൂട്ടർവൽകൃത ഓൺലൈൻ വിതരണ സംവിധാനം, ബയോമെട്രിക് സംവിധാനമുള്ള മെഷീനുകൾ വഴി റേഷൻ വിതരണം തുടങ്ങിയവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഭക്ഷ്യമന്ത്രി പി. തിലോത്തമൻ നിർദ്ദേശിച്ചു. പുതിയ റേഷൻ കാർഡ് വിതരണം 2017 മാർച്ചിലാകും പൂർത്തിയാവുക. പുതിയ കാർഡ് കിട്ടുന്നതുവരെ പഴയ കാർഡ് സീൽ ചെയ്ത് മുതിർന്ന വനിതകളെ കാർഡിന്റെ ഉടമസ്ഥരാക്കും. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ധാന്യവിഹിതം സംസ്ഥാന സർക്കാർ നേരിട്ട് റേഷൻ കടകളിലെത്തിക്കും. ഇതിനായി സപ്ലൈകോ മുഖാന്തരം വാതിൽപ്പടി വിതരണത്തിന്റെ ആദ്യഘട്ടം നവംബർ 1 കൊല്ലത്ത് തുടക്കമാകും. അതേസമയം സൗജന്യ അരിവിഹിത തീരുമാനം സംസ്ഥാന സർക്കാരാകും കൈക്കൊള്ളുക. നിലവിൽ പൂർണ്ണ സൗജന്യം നേടുന്നവർക്ക് അത് തുടരണമോ എന്നതും സംസ്ഥാന സർക്കാർ പിന്നീട് തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറെ മുന്നിലാണെന്ന് കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡു. കേന്ദ്ര പദ്ധതികളുടെ സംസ്ഥാനതല അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതം ഉടൻ അനുവദിക്കുമെന്ന് മന്ത്രി KT ജലീലും വ്യക്തമാക്കി. കൊച്ചിയിൽ നടന്ന കേന്ദ്രാവിഷ്കൃത നഗരവികസന പദ്ധതികളുടെ സംസ്ഥാനതല അവലോകന യോഗത്തിലാണ് പദ്ധതി നടത്തിപ്പിലെ കേരള മോഡലിനെ കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡു പ്രകീർത്തിച്ചത്. പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേരളം മികവ് പുലർത്തുന്നു. ഇതിൽ കേന്ദ്രം സന്തുഷ്ടരാണ്. കൊച്ചി മെട്രോ വരുന്ന ഏപ്രിലിലൂടെ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് രാഷ്ട്രീയം മറന്നുള്ള പിന്തുണയാകും കേന്ദ്രത്തിൽ നിന്നുണ്ടാകുകയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Kerala has a good record of implementing the schemes because they have a good system
There are good bureaucracy officials also. With regard to Kochi Metro, I'm happy to state he has assured me by next April, sir, you can travel by metro. That's what he told me. And I travel. I take you all people also by metro that day. I'm assuring you. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ സ്വന്തം നിലയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര പാർപ്പിട പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. 2017 ജനുവരി 1 കേരളം സ്വച്ഛ് ഭാരത് നഗരം എന്ന ഖ്യാതി കൈവരിക്കുമെന്ന് സംസ്ഥാന തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ വ്യക്തമാക്കി. Kerala is going to be declared as ODF by November 1st of this year, and Swachh Bharat Urban will be declared by January 1st of 2017. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതം ഉടൻ അനുവദിക്കുമെന്നും KT ജലീൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിൽ മണ്ണിരകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് ഭൂമിയുടെ ഉപരിതല മണ്ണിലെ താപവർദ്ധനവ് മൂലമെന്ന് പ്രാഥമിക പഠന റിപ്പോർട്ട്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത്. വയനാട്ടിലെ ചില പ്രദേശങ്ങളിൽ മണ്ണിരകൾ കൂട്ടമായി ചാവുന്നത് സംബന്ധിച്ചുള്ള പഠനത്തിലാണ് ആശങ്കയുണർത്തുന്ന റിപ്പോർട്ട്. ഭൂമിയുടെ 20 സെന്റിമീറ്റർ താഴ്ചയിൽ താപനിലയിലെ ഉയർച്ചയും അന്തരീക്ഷ താപനിലയിലെ വ്യതിയാനവുമാണ് ആയിരക്കണക്കിന് മണ്ണിരകളുടെ നാശത്തിന് കാരണമെന്നാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. നെന്മേനി പഞ്ചായത്തിലെ കുന്താണി പ്രദേശത്തായിരുന്നു മണ്ണിര മരണത്തെക്കുറിച്ചുള്ള പഠനം നടന്നത്. സാധാരണ ഈ സമയത്ത് സെപ്റ്റംബർ മാസത്തിലോ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലോ ഒരിക്കലും കാണാത്ത ഒരു പ്രതിഭാസമാണ് മണ്ണിൽ ക്രാക്സ് വീഴുക എന്ന് പറയുന്നത്. ഇത് സാധാരണ പാലക്കാടൻ നിലങ്ങളിൽ വേനൽക്കാലത്ത് ഉണ്ടാകുന്നതാണ്. കട്ട വീഴുക അല്ലെങ്കിൽ പാടത്ത് വിള്ളൽ വരിക എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ഈ സമയത്ത് പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒക്ടോബറിൽ മണ്ണ് ഇതുപോലെ ക്രാക്ക് വീണമെങ്കിൽ തീർച്ചയായും മണ്ണിനടിയിൽ സബ് സോയിലിൽ ക്രമാതീതമായ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടാവണം. ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ മണ്ണിൽ മോയ്സ്ചർ കണ്ടന്റ് പെട്ടെന്ന് കുറയും. അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ട് മാത്രമേ മണ്ണിരയ്ക്ക് ഇത്രയും പ്രകോപിതരായിട്ട് വെളിയിൽ വരാനും കൂട്ടമായിട്ട് അതിന് നിൽക്കക്കള്ളിയുടെ ചത്തുപോകാനുള്ള സാധ്യതയുള്ളൂ. മണ്ണിൽ 20 സെന്റിമീറ്റർ താഴ്ചയിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. പ്രതിഭാസം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൗമശാസ്ത്ര പഠന സംഘത്തെ കൂടി ഉൾപ്പെടുത്തി വിശദമായ പരിശോധനകൾക്കാണ് കാർഷിക ഗവേഷണ കേന്ദ്രം തയ്യാറെടുക്കുന്നത്. അതേസമയം ഇത്തവണ മഴ വൻതോതിൽ കുറഞ്ഞതോടെ കടുത്ത വരൾച്ചാ ഭീഷണി നേരിടുകയാണ് വയനാട് ജില്ല. ഇതിനിടയിൽ മണ്ണിരകളുടെ നാശം കർഷകരെയും പ്രകൃതി സ്നേഹികളെയും ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അനൂപ് KR, വയനാട്. മംഗളൂരു വിമാനത്താവള ദുരന്തത്തിൽ മരിച്ച 158 യാത്രക്കാരുടെ ഓർമ്മ നിലനിർത്താൻ സ്മാരകം നിർമ്മിക്കുമെന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വാഗ്ദാനം 6 വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്തിയില്ല. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിച്ച മംഗളൂരു പോർട്ട് ട്രസ്റ്റിന്റെ സ്ഥലത്ത് നാമമാത്രമായി ഒരു പാർക്ക് നിർമ്മിച്ചെങ്കിലും ദുരന്തത്തിന്റെ സ്മരണ ഓർമ്മപ്പെടുത്തുന്ന ബോർഡോ ശിലാഫലകമോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഒരു മഹാദുരന്തം അങ്ങനെ ചരിത്ര വിസ്മൃതിയിലേക്ക് തള്ളുകയാണ് എയർപോർട്ട് അധികൃതരും ഭരണകൂടവും. 2010 മെയ് 22-നാണ് രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിന് മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. 166 യാത്രക്കാരുമായി ദുബായിൽ നിന്നും വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ട്രാക്കിൽ നിന്നും പുറത്തേക്ക് നിയന്ത്രണം വിട്ടോടി തീപിടിച്ചാണ് മഹാദുരന്തമുണ്ടായത്. 8 യാത്രക്കാർ ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മരിച്ച 158 പേരിൽ 12 പേരെ തിരിച്ചറിഞ്ഞില്ല. ഇവരെ മംഗളൂരു നഗരത്തിലെ കുളൂർ പുഴയോരത്തെ പോർട്ട് ട്രസ്റ്റിന്റെ സ്ഥലത്താണ് സംസ്കരിച്ചത്. ഇവരെ സംസ്കരിച്ച സ്ഥലത്ത് വിമാന ദുരന്ത സ്മാരകം സ്ഥാപിക്കുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനിയും യാഥാർത്ഥ്യമായില്ല. ഇതിൽ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുകയാണ്. സാംസ്കാരിക പ്രവർത്തകനായ ഉമേഷ് ചാലിയാൻ ഇവിടെ ഒരു സ്മാരകം പണിയുമെന്ന് എയർപോർട്ട് അതോറിറ്റിയിലെ അന്നത്തെ ആൾക്കാർ പറഞ്ഞതാണ്. തിരിച്ചറിയാൻ പറ്റാതെ ആൾക്കാരെ സംസ്കരിച്ച ഈ പ്രദേശത്ത് അവരെ ഓർമ്മക്കായി ഒരു സ്മാരകവും ഇവിടെ കാണുന്നില്ല. അത് പണിയേണ്ടതായിരുന്നു. തിരിച്ചറിയാത്തവരെ സംസ്കരിച്ച സ്ഥലത്ത് 5ാം വർഷത്തിൽ പാർക്ക് നിർമ്മിച്ചുവെങ്കിലും ഇവിടെ ദുരന്തത്തിന്റെ സ്മരണ ഉണർത്തുന്ന ബോർഡോ ശിലാഫലകമോ സ്ഥാപിച്ചിട്ടില്ല. ദുരന്തം നടന്ന സ്ഥലത്തും ഇതാണ് സ്ഥിതി. വിമാന ദുരന്തത്തിൽ മരിച്ചവരിലേറെയും മലയാളികളായിരുന്നു. മംഗലാപുരം വിമാന ദുരന്തത്തിൽ മരിച്ചവരോട് പൂർണ്ണ അവഗണന കാണിക്കുകയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതോടൊപ്പം മംഗലാപുരം നഗരസഭയും. അവരുടെ പേരിൽ ഒരു സ്മാരകം പോലും നിർമ്മിക്കുവാൻ ഇതുവരെ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. മാധ്യമപ്രവർത്തകർക്കെതിരെ അഭിഭാഷകർ നടത്തുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധവുമായി നിയമവിദ്യാർത്ഥികളും. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികൾ പ്രകടനവും തെരുവ് നാടകവും സംഘടിപ്പിച്ചു.
കോടതി ആരുടെയും സ്വകാര്യ സ്വത്തല്ല, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുക, തൂലിക പടവാളാകട്ടെ, ക്യാമറ കണ്ണ് തുറക്കട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അവരുടെ അവകാശമാണ് മാധ്യമധർമ്മം, ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ള അവരുടെ അവകാശമാണ്. അതിനെതിരെ അഭിഭാഷകരല്ല മറ്റാരും ആയിക്കോട്ടെ അവരെ കയ്യേറ്റം ചെയ്യാനും അവരെ മർദ്ദിക്കുവാനും ഇവിടെ അനുവദിക്കുന്നത് ഇത് നമ്മൾ പോകുന്നത് ഒരു വലിയ നാശത്തിലേക്കായിരിക്കും. മാധ്യമപ്രവർത്തകർക്കെതിരായ അഭിഭാഷക തേർവാഴ്ച അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തെരുവ് നാടകവും സംഘടിപ്പിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമപ്രവർത്തകർ അഭിഭാഷകരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിയമം കൈയാളുന്ന ഈ വിഭാഗം ഇത്തരത്തിൽ അധപ്പതിച്ച രീതിയിലേക്ക് പോകുന്ന ഒട്ടും സ്വീകാര്യമായ ഒരു കാര്യമല്ല. ഒരു കാരണവശാലും ജനാധിപത്യത്തെ മാധ്യമങ്ങളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരിക്കലും ആശ്വാസകരമായ കാര്യമല്ല. ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളുടെ പ്രസക്തി ഓർമ്മിപ്പിച്ച നിയമ വിദ്യാർത്ഥികൾ മാധ്യമപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. VCയെ കണ്ടതിന് കേരള സർവകലാശാലയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗവേഷക വിദ്യാർത്ഥി ഷിനുവിന്റെ കുടുംബം കടുത്ത ആശങ്കയിലാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പാതി വഴിയിൽ ഇരുളടയുമോ എന്ന ഭയത്തിലാണ് ഈ കാടിന്റെ മക്കൾ. കടുത്ത ജീവിത പ്രതിസന്ധിയിലും സ്വന്തം മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ പ്രതീക്ഷയുടെ പുതുലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച വണ്ടിപ്പെരിയാർ മഞ്ചുവയൽ ആദിവാസി കോളനിയിലെ ഈ മാതാവിന് കടുത്ത ആശങ്കയിലാണ്. UGC റെഗുലേഷനിലെ അപാകത ചൂണ്ടിക്കാട്ടാൻ VCയെ കണ്ടു എന്ന കുറ്റം ചുമത്തി കേരള സർവകലാശാലയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളായ ഷാനുവിന്റെ മാതാവാണ് വസന്ത. 2 വർഷമായി സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ് ഷാനു. ആദിവാസി മേഖലയിൽ ഉപയോഗിച്ചു വരുന്ന പയർവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഷാനു നടത്തുന്നത്. മകനെ പുറത്താക്കിയവരോട് ഈ മാതാവിന് പറയാനുള്ളത് ഇത്രമാത്രം. ഒരുപാട് ഇല്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയക്കുന്നത്. അപ്പോൾ അവരുടെ ഭാവി അവരുടെ അധ്യാപകരായിട്ട് നശിപ്പിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വനം വകുപ്പിൽ താൽക്കാലിക ജോലി നോക്കുന്ന പിതാവ് വിജയന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഷാനുവടക്കം 3 മക്കളെയും ഇവർ പഠിപ്പിക്കുന്നത്. ഷാനുവിന്റെ സഹോദരി ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ഇരട്ട സഹോദരൻ ഷിനു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. ഇവർക്കും പറയാനുണ്ട് ചിലത്. ഞങ്ങൾ ആദിവാസികളായതുകൊണ്ട് മാത്രം ഞങ്ങളെ അവഗണിക്കുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് അറിവുണ്ടാകുന്നത് തടയുന്നത് ശരിയല്ല. എത്രയും വേഗം സർക്കാർ ഇതിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാടിന്റെ ഇരുളാണ്ട ജീവിതത്തിൽ നിന്നും അക്ഷര വെളിച്ചത്തിന്റെ പുതുലോകം സ്വപ്നം കണ്ട ഈ കാടിന്റെ മക്കളുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയ VCയുടെ നടപടി ശരിയാണോ എന്ന് ഇനി പരിശോധിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സർവകലാശാല വൈസ് ചാൻസലർ PK രാധാകൃഷ്ണനെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സസ്പെൻഷനിലായ വിദ്യാർത്ഥികൾക്ക് അധികാരികളുടെ വക പ്രലോഭനം. പോസ്റ്റർ ഒട്ടിച്ചതിന് മാപ്പ് എഴുതി കൊടുത്താൽ വിദ്യാർത്ഥിയെ തിരികെ എടുക്കാമെന്ന് സർവകലാശാല അധികാരികൾ. ഇന്നലെ നടന്ന അച്ചടക്ക സമിതി യോഗത്തിലാണ് സസ്പെൻഷനിലായ ഗവേഷക വിദ്യാർത്ഥിയോട് മാപ്പ് എഴുതി കൊടുക്കാനും സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് ഉറപ്പു നൽകാനും ജോയിന്റ് രജിസ്ട്രാർ ആവശ്യപ്പെട്ടത്. കേരള സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സസ്പെൻഷനിലായ ഗവേഷക വിദ്യാർത്ഥി VS പ്രജിത് കുമാറിനോടാണ് മാപ്പെഴുതി കൊടുക്കാൻ അധികാരികൾ ആവശ്യപ്പെട്ടത്. 5 ഗവേഷക വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് VS പ്രജിത് കുമാർ ക്യാമ്പസിന് പുറത്ത് പോസ്റ്റർ ഒട്ടിച്ചത്. സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് VS പ്രജിത് കുമാർ പോസ്റ്റർ ഒട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും മാപ്പ് പറഞ്ഞാൽ അച്ചടക്ക നടപടിയിൽ നിന്നും ഒഴിവാക്കാമെന്നും VCക്ക് വേണ്ടി സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ PK രാഘവൻ അറിയിച്ചു. മാപ്പെഴുതി കൊടുക്കാൻ VS പ്രജിത് കുമാറിന് 24 മണിക്കൂറാണ് സർവകലാശാല നൽകിയിരിക്കുന്ന സമയം. എന്നാൽ മാപ്പെഴുതി കൊടുത്ത് ഗവേഷണം തുടരാൻ താനില്ലെന്ന് VS പ്രജിത് കുമാർ പീപ്പിൾ TVയോട് പറഞ്ഞു. ഒരു കാരണവശാലും അത്തരത്തിൽ എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ മാത്രം ഞാൻ തയ്യാറല്ല. എൻ്റെ കൂടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വേറെ 5 ഗവേഷകരും കൂടിയുണ്ട്. അവരെയും കൂടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന നടപടി VCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സമരം 20 ദിവസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ പോലും വൈസ് ചാൻസലർ PK രാധാകൃഷ്ണൻ തയ്യാറാവുന്നില്ല. VCയുടെ ഏകാധിപത്യത്തിന് മുന്നിൽ SFI ഒരിക്കലും മുട്ടുമടക്കില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പ്രതിൻ സാജ് കൃഷ്ണ പറഞ്ഞു. വരും ദിവസങ്ങളിൽ നാളെ അടക്കം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം പരാതികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് അടക്കം നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ ഭാഗമായി നിലവിൽ തീരുമാനമുണ്ടാവാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി SFI മുന്നോട്ട് പോകുന്നു. ഗവേഷക വിദ്യാർത്ഥിയോട് മാപ്പെഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സർവകലാശാലയുടെ കാര്യവട്ടം ആസ്ഥാനത്ത് വിദ്യാർത്ഥികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് പാളയത്ത് ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഹോട്ടലുകൾക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകളിൽ മാംസാഹാരം വിൽക്കരുതെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകൾക്ക് സമീപം ഹിന്ദു ഐക്യവേദി പോസ്റ്ററുകളും പതിച്ചു.
കോഴിക്കോട് പാളയത്തിന് സമീപത്തെ തെരുവിലാണ് നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഹിന്ദു ഐക്യവേദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. അമ്പലത്തിന് സമീപത്തെ തെരുവിൽ മാംസാഹാരം വിൽക്കാൻ അനുവദിക്കില്ലെന്നും പൂജാസാധനങ്ങൾ വിൽക്കുന്ന പ്രദേശം ആയതുകൊണ്ടുതന്നെ മാംസാഹാരം അശുദ്ധി ഉണ്ടാക്കുമെന്നുമാണ് ഹിന്ദു ഐക്യവേദിയുടെ മുന്നറിയിപ്പ്. ഇത് ഭക്തജനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്ര കമ്മിറ്റികളുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലക്കാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. ക്ഷേത്രങ്ങൾക്ക് നടുവിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറയുന്നത് ആ ക്ഷേത്രങ്ങളെ അശുദ്ധിപ്പെടുത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. പാളയത്തെ തുടങ്ങാനിരിക്കുന്ന ഹോട്ടലിന് മുൻപിലാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. എന്നാൽ താൻ നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് തീരുമാനം പോലും എടുത്തിട്ടില്ലെന്നും ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധത്തിന് പിൻപിൽ ഗൂഢലക്ഷ്യമാണെന്നും ഹോട്ടൽ ഉടമ പറയുന്നു. നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ ഒരു കാരണവശാലും പാളയത്തെ തെരുവിൽ തുടങ്ങാൻ അനുവദിക്കില്ലെന്നും തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ടു പോകാനുമാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും പോലീസ് മേധാവിക്കും ഹിന്ദു ഐക്യവേദി പരാതി നൽകാനും തീരുമാനിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ATM തട്ടിപ്പിലൂടെ മുതിർന്ന മലയാളി UN ഉദ്യോഗസ്ഥൻ CV ആനന്ദബോസിന്റെ മകന്റെ പണം നഷ്ടമായി. 3 ലക്ഷം രൂപയാണ് അമേരിക്കയിലെ മാൻഹട്ടനിൽ വെച്ച് ATMിലൂടെ പിൻവലിക്കപ്പെട്ടത്. ദില്ലിയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് മകന്റെ ഡോളർ അക്കൗണ്ടിലേക്ക് ആനന്ദബോസ് തന്നെയാണ് പണം നിക്ഷേപിച്ചത്. ഈ മാസം 15-നാണ് പണം നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ അമേരിക്കൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുൻ IAS ഓഫീസറും യുണൈറ്റഡ് നേഷൻസിൽ ഉദ്യോഗസ്ഥനുമായ CV ആനന്ദബോസിന്റെ മകന്റെ പേരിലുള്ള ഡോളർ കാർഡിൽ നിന്നാണ് പണം പിൻവലിക്കപ്പെട്ടത്. ദില്ലി ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് ആനന്ദബോസ് മകന്റെ പേരിലുള്ള ഡോളർ കാർഡിലേക്ക് പണം നിക്ഷേപിക്കുകയായിരുന്നു. അമേരിക്കയിൽ ഒരു സ്വകാര്യ ആവശ്യത്തിനായി എത്തിയ ആനന്ദബോസിന്റെ മകന്റെ ഫോണിലേക്ക് മാൻഹട്ടനിലെ ഒരു ATMിൽ നിന്നും പണം പിൻവലിക്കപ്പെട്ടതായി തുടർന്ന് സന്ദേശമെത്തി. ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ ബാക്കിയുള്ള പണം ഉടൻ പിൻവലിക്കാൻ നിർദ്ദേശം ലഭിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കകം തന്നെ മുഴുവൻ പണവും മോഷ്ടാക്കൾ പിൻവലിച്ചു കഴിഞ്ഞിരുന്നു. തുടർച്ചയായ 5 ഇടപാടുകളിലൂടെയാണ് പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. മാൻഹട്ടൻ പോലീസിൽ മകൻ പരാതി നൽകിയതായി CV ആനന്ദബോസ് പറഞ്ഞു. ആ കാർഡ് ചേസ് മാൻഹട്ടൻ ബാങ്കിൻ്റെ ATMിൽ ന്യൂയോർക്കിൽ വെച്ച് ഉപയോഗിച്ചപ്പം അതിൽ വന്നത് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്നാണ്. അപ്പോൾ ആ സമയത്ത് $5000-ലധികം അതിൻ്റെ അകത്തുണ്ട്. ബാങ്കുമായിട്ട് ടേക്കപ്പ് ചെയ്തു. ഫെഡറൽ ബാങ്ക് ആയിരുന്നു. മാസ്റ്റർ കാർഡുമായിട്ട് ടേക്കപ്പ് ചെയ്തു. ഡൽഹി പോലീസിന് ഡയറക്റ്റായിട്ട് പരാതി കൊടുത്തില്ല. സംഭവം നടന്ന ന്യൂയോർക്കിലായതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും ATM തട്ടിപ്പിലൂടെ പണം നഷ്ടമായ വാർത്തകൾ വരുന്നതിനിടെയാണ് അമേരിക്കയിൽ വെച്ച് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത ബന്ധുവിന്റെ പണം നഷ്ടമായത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വിവാദ പോലീസ് അസോസിയേഷൻ നേതാവിന് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ വക കൈത്താങ്ങ്. അസോസിയേഷൻ നേതാവ് GR അജിത്തിനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് സിറ്റി പോലീസ് മണിക്കൂറുകൾക്കകം തിരുത്തി. പോലീസ് സഹകരണ സംഘത്തിലെ ക്രമക്കേടുകളെ തുടർന്ന് ഭരണസമിതി അംഗമായ GR അജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം DCP ശിവവിക്രമാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും അന്നേ ദിവസം തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തത്. തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ തിരുത്തൽ വരുത്തി വ്യാപക ക്രമക്കേടുകൾ നടന്നു എന്ന വാർത്ത പീപ്പിൾ TVയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് 5 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. FIRൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കാത്തതിൽ ഒരു വിഭാഗം പോലീസുകാർക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഇതോടെ പോലീസ് സഹകരണ സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങളായ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി GR അജിത്ത്, AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായ രജിത്ത് എന്നിവരെ തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ T. ശിവവിക്രം സസ്പെൻഡ് ചെയ്തു. എന്നാൽ അതേ ഉത്തരവ് തന്നെ മരവിപ്പിച്ചുകൊണ്ട് ശിവവിക്രം തന്നെ മണിക്കൂറുകൾക്കകം വീണ്ടും പുതിയ ഉത്തരവ് പുറത്തിറക്കി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലമാണ് DCP ശിവവിക്രം ഇങ്ങനെ പെരുമാറിയതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്. കഴിഞ്ഞ UDF സർക്കാരിലെ ഉന്നത ഭരണ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് GR അജിത്ത്. കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് അസോസിയേഷന്റെ യൂണിറ്റ് തല തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും പല ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമാണ് GR അജിത്തിനുള്ളത്. പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവ് മണിക്കൂറുകൾക്കകം പിൻവലിച്ച നടപടി സാധാരണ പോലീസ് സേനയിൽ ഇല്ലെന്നിരിക്കെ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നടപടി കൂടുതൽ വിവാദമാകുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിൽ അധികാര കൈമാറ്റം. ജോസ് കെ മാണിയെ ഏക വൈസ് ചെയർമാനായി തിരഞ്ഞെടുത്തു. PC ജോർജ് കൈകാര്യം ചെയ്ത പദവിയാണിത്. സംസ്ഥാന കമ്മിറ്റി അറിയാതെയാണ് തീരുമാനം. മാണി ഗ്രൂപ്പിലെ സീനിയർ നേതാക്കളും PJ ജോസഫിനോട് ഒപ്പമുള്ളവരും തീരുമാനത്തിൽ അതൃപ്തരാണ്. ജോസ് കെ മാണിയെ ഏക വൈസ് ചെയർമാനാക്കണമെന്ന് ഈ മാസം 9-ന് കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ KM മാണി ആവശ്യപ്പെട്ടിരുന്നു. മാണിയുടെ ആവശ്യത്തെ PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സമിതിയിൽ എതിർത്തു. നവംബർ 15-ന് സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെ വൈസ് ചെയർമാനെ സംസ്ഥാന കമ്മിറ്റി നോമിനേറ്റ് ചെയ്യേണ്ടതില്ലെന്നായിരുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ വാദം. ഈ എതിർപ്പ് മറികടക്കാനാണ് KM മാണി വിഭാഗത്തിന് വലിയ ഭൂരിപക്ഷമുള്ള ഉന്നതാധികാര സമിതി വിളിച്ചു ചേർത്ത് ജോസ് കെ മാണിയെ വൈസ് ചെയർമാനായി പ്രഖ്യാപിച്ചത്. ഇന്നലെ വൈകിട്ട് ചേർന്ന ഉന്നതാധികാര സമിതിയിലാണ് തീരുമാനം. PC ജോർജ് വഹിച്ചിരുന്ന വൈസ് ചെയർമാൻ പദവി
ഒഴിഞ്ഞു കിടക്കുന്നതിനാലാണ് അടിയന്തര തീരുമാനമെന്നാണ് മാണിയോട് അടുപ്പമുള്ളവരുടെ വിശദീകരണം. എന്നാൽ ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, KC ജോസഫ് തുടങ്ങിയ പ്രധാന നേതാക്കൾ പുറത്തുപോയപ്പോൾ വന്ന ഒഴിവ് നികത്തിയിട്ടില്ല. ജോസഫ് വിഭാഗത്തിനു പുറമെ മാണി ഗ്രൂപ്പിലെ സീനിയർ നേതാക്കൾക്കും ജോസ് കെ മാണിയുടെ കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. നേരത്തെ മാണി ഗ്രൂപ്പിലെ പ്രധാന നേതാക്കൾ പാർട്ടി വിട്ടപ്പോൾ ആരോപിച്ചത് പാർട്ടിയിൽ കുടുംബവാഴ്ച നടപ്പിലാക്കാൻ KM മാണി ശ്രമിക്കുന്നുവെന്നാണ്. ജോസ് കെ മാണിക്ക് സംസ്ഥാന കമ്മിറ്റി പോലും അറിയാതെ അധികാരം കൈമാറിയത് പാർട്ടി വിട്ടവരുടെ ആരോപണം ശരിവെക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അഴിമതിക്ക് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹരിപ്പാട് മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അഴിമതിക്ക് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹരിപ്പാട് മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നിലവിലുള്ള നിയമം ലംഘിച്ച് സ്വകാര്യ വ്യക്തികളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായാണ് രമേശ് ചെന്നിത്തല ശ്രമിച്ചതെന്നും കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത മുൻ MLA TK ദേവകുമാർ പറഞ്ഞു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് ടെൻഡർ നൽകിയ നടപടിക്കെതിരെ വിജിലൻസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന്റെ പേരിൽ വ്യാപക അഴിമതി നടത്തുന്നതിനായാണ് MLA കൂടിയായ ചെന്നിത്തല നേതൃത്വം നൽകിയതെന്നും ദേവകുമാർ പറഞ്ഞു. ത്വരിതാന്വേഷണത്തിൽ തന്നെ ചെന്നിത്തലയ്ക്കെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് വിജിലൻസ് FIR ഇട്ടിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അഴിമതിക്കാരനായ MLA മാറ്റി നിർത്തി അന്വേഷണം നേരിടുന്നതിന് ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും TK ദേവകുമാർ പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.